അരണ്യകൃഷ്ണൻ. ദിക്കെട്ടും പതിയെ ചുരുങ്ങിയൊരു മട്ടി ഭൂമി കാരാഗ്രഹക്കെട്ടായി മാറുകയായി. സൂര്യനിതിലെന്തി മട്ടകപ്പെട്ടിടാൻ ഒട്ടും മാറുകയില്ല. കെട്ടടിയുവോളം കർമ്മചക്രത്തിലാപ്പെട്ടി മാഴ്കിടുവാൻ നിയുക്തി ശിരസാപിട്ടാൽ മഹാതാരവും വെട്ടം നിന്നു തിളയ്ക്കുവോരു മുറിയിൽ പെട്ടോരു വവ്വാലിനോടൊക്കും മട്ടു പരിഭ്രമിച്ചുഴറിയെമ്പാടും പറക്കുന്നു നീ. കഷ്ടം കൾച്ചുവരിൽ തറഞ്ഞു തറയിൽ പെട്ടും പിടയ്ക്കുന്നിതേ മട്ടിൽ താവകയത്നമോർക്കിലിതു തന്നാവർത്തനം ജീവിതം. ചുറ്റും ജാലകമേറെയുണ്ടറിയുമാ നേരെങ്കിലും കൺകളിൽ കത്തും വെട്ടമിരുട്ടിനൊക്കുമതു കാട്ടുന്നില്ല രക്ഷാപഥം. രക്ഷയ്ക്കായി കിളിവാതിലെന്നു കരുതി ചെല്ലുന്നിടത്തൊക്കെയും കട്ടിക്കന്മതിലാണിരുട്ടിലഖിലം കാരാഗൃഹം തന്നെയാ. താരകം തന്നെയാം സൂര്യൻ എന്നതേ സത്യമെങ്കിലും അറിയാം അർക്കനായി തീരാൻ താരകങ്ങൾക്കസാധ്യമാം. സൗരയൂഥത്തിനെന്നാളും സൂര്യതാരകമൊന്നു താൻ. അതുപോലല്ലി കാലത്തിനെന്നും കൃഷ്ണനിതൊന്നു താൻ. ദിവിതാരസഹസ്രം പൊൽക്കതിരേറ്റിയുലാവിലും അവ സംഘാതമായൊന്നു ചേർന്നു നിൽക്കുന്നതാകിലും അരുതശോഭകൾക്കേതും സൂര്യദീപ്തി കെടുത്തുവാൻ അറിയാമർക്കനായി തീരാൻ താരകങ്ങൾക്കസാധ്യമാം. സൂര്യനു നേർക്കു നിൽക്കുന്നു കൃഷ്ണനുത്തപ്തമാനസൻ. സൂര്യനും നേർക്കു നേരെ നിൽക്കുന്ന വിസ്മയം. ഹൃദയം സൂര്യബിംബത്തിൽ തറപ്പിച്ചുള്ള കൃഷ്ണനിൽ നിന്ന് അടർന്നകലുന്നല്ലോ നാലു കൃഷ്ണവപുസ്സുകൾ. ജ്വലിച്ചേ നിന്നിടും ദീപശിഖയിൽ നിന്നുമെന്ന പോൽ അടർന്നു മാറിടും നാലു ശിഖയായി താൻ വിടർന്നവർ. കൂമ്പി നിൽക്കുന്നൊരാമ്പൽ പൂമൊട്ടു ചന്ദ്രിക കൈകളാൽ തഴുകിയിടുന്ന നേരത്തങ്ങിതൾ നീർത്തുന്ന പോലവേ. പ്രണവം ശംഖുവിട്ടെങ്ങും പടർന്നിടുന്ന പോലെയും ജലവീചികൾ തീരത്തെത്തിരഞ്ഞിടുന്ന പോലെയും അവരോരോ വഴിക്കായിട്ടകലുന്നതു കാൺമിത. അപ്പോഴും മൂലഗന്ധം തൻ തപസ്സു തുടരുന്നിതാ. ഉത്തരം ദക്ഷിണം പൂർവ പശ്ചിമങ്ങളിതേ വിധം നാലു ദിക്കുകളിലായി
തങ്ങളെ തേടിയകലുന്ന മഹസ്സുകൾ വടക്കുദിക്കു തേടുന്ന യാദവൻ ഹിമഭൂമിയിൽ അലഞ്ഞു പോകയായി ആരണ്യകനായി പാംസുലാംഗനായി. പശ്ചിമം ലക്ഷ്യമാക്കിയിടും കൃഷ്ണനോ രാജപുത്രനായി രാജരഥ്യയിലൂടെ തൻ രഥമേറി ഗമിക്കയായി. കിഴക്കുദിക്കു തേടുന്ന കൃഷ്ണനോ കുറ്റിരുട്ടിനെ പകുത്തുമാറ്റിടും രശ്മിക്കൊപ്പമങ്ങനെ പോകയായി. ദക്ഷിണാപഥമന്വേഷിച്ചിറങ്ങും ശ്യാമവർണ്ണനോ ചെന്നു ചേരുകയായി ഇന്ദ്രപ്രസ്ഥമാം രാജധാനിയിൽ. കനത്ത നിബിഡാരണ്യം താണ്ടിടുമ്പൊഴുതച്യുതൻ എതിരെ കണ്ടു വിഭ്രാന്ത ചിത്തനെ ദ്രോണപുത്രനെ. ആരെയോ തിരയും മട്ടന്നിഴയുന്നുണ്ടു കണ്ണുകൾ പളുങ്കുജലപാത്രത്തിൽ പുളയും കരിനാഗമായി. കാട്ടുചൂരൽ വലിച്ചൂരി വളച്ചേ വച്ചു വള്ളിയാൽ വലിച്ചു ഞാൻ ചമച്ചുള്ള കളിവില്ലുണ്ടു കൈകളിൽ. അനന്തമായകന്നേ പോ വാനിടത്തെ അളക്കുവാനെന്ന മട്ടിതയക്കുന്നുണ്ടവൻ അമ്പു തുടർച്ചയായി. എങ്ങുമേ പോയി തറച്ചിടാനരുതാതുള്ളൊരമ്പുകൾ കൊഴിഞ്ഞു വീഴ്വതായി കണ്ടു കൈകൾ കൊട്ടിച്ചിരിക്കയായി. ലക്ഷ്യവേദികളാമമ്പില്ല ലക്ഷ്യവുമെന്നു താൻ പഠിപ്പിക്കുന്ന മട്ടല്ലി കണ്ണവൻ ചേർത്തു കണ്ണനിൽ. കൊടും കാറ്റു പറത്തിയിടും ജടചൂഴ്ന്ന കരിമ്പന അതിൻ്റെ ചോട്ടിലായി നിൽപ്പൂ മനം പാറിപ്പറന്നവൻ. കവിയാത്ത കടൽക്കൊപ്പം നിലകൊള്ളുന്ന കണ്ണനങ്ങവനെ തൊട്ടു നിൽക്കുന്നു കൺകൾ കോർത്തു മുഖാമുഖം. തുടർന്നു നോക്കുവാനാവാതല്ലി കൃഷ്ണന്റെ കണ്ണുകൾ തളർന്നു താഴ്ന്നു പോവുന്നു കനലിൽ തൊട്ട വള്ളി പോ. ഇരുട്ടിലെങ്ങു നിന്നോ പാഞ്ഞണയും കടവാവലായി വന്നു കീറുന്നുവോ ദൂരസ്മൃതി ചിന്താശതങ്ങളെ. സഹസ്രശിഖരം നീർത്തും മനസ്സിൽ ചാഞ്ഞുറങ്ങിടും കറുത്ത പക്ഷികൾ ഞെട്ടിക്കരഞ്ഞു ചിതറുന്നിതാ. ഒക്കെയും തോന്നലോ നേരോ ഒന്നുമേ തിരിയാതെയും എന്തിനായിങ്ങു വന്നെന്നു തെല്ലുമേ അറിയാതെയും നിൽപ്പു മാധവനാ നിൽപ്പിൽ കണ്ടു പാണ്ഡവ സൈനികർ പിടിച്ചു കെട്ടി അശ്വത്ഥാമാവിനെ കൊണ്ടുവന്ന നാൾ. ശിരോരത്നമടർത്തി താൻ വനത്തിൽ കൊണ്ടുവിട്ടൊരാദ്രൗണിയോ ഭ്രാന്തനീ ഞാനോ കൃഷ്ണനസ്വസ്ഥനായിതേ. ആയുധം താഴെ വയ്പ്പിക്കാൻ അസത്യത്തിൻ്റെ ആയുധം കൊണ്ടു ദ്രോണരെ വെന്നിടാൻ സ്വസ്ഥചിത്തത്തിനാവുമോ? ത്രിലോക സുഖഭോഗങ്ങൾ ലഭിക്കിൽ പോലുമേറുതം വെടിയാന
കള്ളവാക്കാക്കിയെങ്ങനെ പുത്രശോകത്തിനാൽ ശസ്ത്രം വെച്ചു മാഴ്കിയ ദ്രോണരെ കൊല്ലുവാനാജ്ഞ നൽകിയിടാൻ ശാന്തചിത്തം ശ്രമിക്കുമോ? താതരക്ഷ അതല്ലാതെന്തുള്ളു പുത്രനു ധർമ്മമായി? അതിനു കഴിയാത്തോനെ പുത്രനെന്നാരു ചൊല്ലുവാൻ? അതിനാൽ 1000 വട്ടം ധർമ്മസേതു തകർത്തവർക്കെതിരായി വാളെടുത്തോരു ദ്രൗണി ചെയ്തധർമ്മമോ? അവനെ കീഴടക്കിയിടാൻ ശിരോരത്നമെടുക്കുവാൻ പറഞ്ഞതെന്തിനായി? ചിത്തഭ്രമമില്ലായിലന്നു ഞാൻ ഇவ்விധം പലതും ചിന്തിച്ചുഴറും യദുനാഥനെ ഭ്രാന്തനായി കണ്ടു പിൻവാങ്ങിപ്പോകയായി ദ്രോണനന്ദനൻ. യദുനാഥനെ ഭ്രാന്തനായി കണ്ടു പിൻവാങ്ങിപ്പോകയായി ദ്രോണനന്ദനൻ. കണ്ടതേതൊരു രൂപം തൻ പ്രതിബിംബമതാകുമോ? കണ്ടതേതൊരു രൂപം തൻ പ്രതിബിംബമതാകുമോ എന്ന ചിന്തയൊരേ മട്ടിൽ തെളിഞ്ഞിതിരുപേ